എന്താ ചെയ്യാ, എന്തേന്ന് പ്രചരണത്തിന്റെ ഒക്കെ കിട്ടുമ്പോ ഫസ്റ്റ് ദിവസം നെയ്ച്ചോറ് വെച്ചു, പാത്രം എണ്ണപ്പഴി ഒരു 10-20 ബോട്ടിന്റെ മേൽക്കൈയിലുണ്ട്. പിറ്റേ ദിവസേ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ബിരിയാണി വെച്ചു. അന്ന് ഇത് എണ്ണയപ്പോ 10-100 ബോട്ടിന്റെ അടുത്ത് പാത്രം എണ്ണയപ്പോ ലീഡുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഒന്നും വേണ്ട, കൊട്ടിക്കലാസാണ് ദമ്മാക്കുക. ഏതാണ്ട് ജയിച്ചിരിക്കണ മാതിരിയാണല്ലോ. കൊട്ടിക്കലാസാണ് ദമ്മാക്കാന്ന് വിചാരിച്ചപ്പോ 200-250 ബോട്ടിന് ഭൂരിപക്ഷം കിട്ടണം. മന്തി ഉണ്ടാക്കി അതിന്റെ പാത്രം ഇപ്പൊ 10-250 ബോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടണം. നോക്കിയാണ് നിങ്ങൾ, അത് കണ്ടിട്ടാണ് ഈ സെറ്റപ്പ് ഒക്കെ ഞാൻ അറേഞ്ച്മെന്റ് ഇന്ന് വൈകുന്നേരം ചാടി കളിക്കാൻ വേണ്ടിട്ട്. ശരിയാവുന്നു. രക്തം കിട്ടിയത് അല്ല, ജയിച്ചു നമ്മള് ജയിക്കാൻ വിചാരിച്ചു. ഇപ്പൊ നിസാരം ബിരിയാണിയും നെയ്ച്ചോറും മന്തി ഉണ്ടാക്കി കിടക്കുന്നു. നമ്മൾ 200 ബോട്ടിന് ജയിക്കേണ്ടത് നോക്കണ്ടതാ. ഇതാക്കാൻ അതൊക്കെ പാട്ടിന് ഇനി അടുത്തേന് ആരൊക്കെ ചിരിച്ചിരുന്നേ. ഇതിപ്പോ എന്റെ കായാണ് ഈ കടക്കണ മൊയ്യുമ്പോ ഇപ്പൊ ജയിക്കുന്നുള്ള പ്രതീക്ഷയിൽ ഇത്രയും സെറ്റപ്പ് ഞാൻ ചെയ്തു. ഇങ്ങോട്ട് ഇപ്പൊ ഇത് എന്തുണ്ടായി? ഓഫീസിൽ വന്നാണ്ടേ തിന്നു പോയ കണക്കിന് 10-250 ബോട്ടിൽ ജയിക്കേണ്ടതാണ്. ഏത് നായ്ക്കളൊക്കെ അടുത്ത ഇതിന് സീറ്റ് ചെയ്യുന്നത്? ഇതെന്നെ കച്ചും കാലം പിടിച്ചുണ്ടാക്കിയതാ.